പ്രിയംവദ വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് മാരേജും ഫിക്സ് ചെയ്തു. നീ ഇപ്പൊ എന്താ പറഞ്ഞു ചെക്കി? ഞങ്ങളുടെ വിവേക് ചെറിയച്ഛന് വീട്ടില് വേറൊരു പെണ്ണായിട്ട് കല്യാണം ഫിക്സ് ചെയ്തു. ചെറിയച്ഛനോ? എന്ത് പറ്റിയമ്മ? വിവേക് നിന്റെ ചെറിയച്ഛനാണോ? അതേലോ. ഞങ്ങളുടെ വിവേക് ചെറിയച്ഛനും ഇപ്പൊ ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുക. നീ ആളെ കൊള്ളാലോ ചക്കി. എല്ലാവരെയും ബന്ധം കൂട്ടി വിളിക്കാൻ നല്ല മിടുക്കാൻ നിനക്ക്. ബന്ധം ഞാൻ കൂട്ടിയതൊന്നുമല്ല. പിന്നെ എങ്ങനെ വിവേക് നിന്റെ ചെറിയച്ഛനാവാ? ചെറിയച്ഛൻ ആയതുകൊണ്ട് ചെറിയച്ഛന്ന് വിളിക്കുന്നു. നീ എന്നെ അമ്മയെന്നാ വിളിക്കുന്ന. വിവേക് നിന്റെ ചെറിയച്ഛൻ. അപ്പൊ ചാരു മിസ് നിന്റെ ചെറിയമ്മ അല്ലേ ചക്കി? അതേലോ. വിവേക് ചെറിയച്ഛന്റെയും ചാരു മിസ്സിന്റെയും കല്യാണം നടന്ന ചാരു മിസ്സിന്റെ ചെറിയമ്മ ആകുമല്ലോ. ചക്കി ഇപ്പൊ പറഞ്ഞതെല്ലാം സത്യമാണമ്മേ. അമ്മ എന്തിനാ ചിരിക്കുന്നേ? പിന്നെ അല്ല, നിങ്ങൾ പറഞ്ഞതാ ശരി, ഞാനാണ് തെറ്റ്. ഓക്കേ, എന്നാലേ ലേറ്റ് ആവുന്നുണ്ട്, നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ല്. എന്നാ ശരി അമ്മേ. ബൈ അമ്മ. ബൈ. ചക്കി പറഞ്ഞതുപോലെ ചെറിയമ്മ വിവേകിന് മറ്റൊരു കല്യാണം കണ്ടെത്തിക്കാണോ? അതുകൊണ്ടായിരിക്കോ ചാരുവിന്റെ മുഖത്ത് ആകെ ഒരു വിഷമം? ഇങ്ങനെയുള്ള സമയത്താ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവളെ സമാധാനിപ്പിക്കേണ്ടത്. പക്ഷെ അതിന് പോലും എനിക്ക് അവസരമില്ലാതായല്ലോ. എങ്ങനെയെങ്കിലും ചാരുവിന്റെ അടുത്ത് ചെന്ന് വിവരങ്ങൾ അറിഞ്ഞ് അവളെ സമാധാനിപ്പിക്കണം. അതിനെന്താ ഇപ്പൊ ഒരു പോംവഴി? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ഭാസ്കർ. എന്തേ ഈ വഴിക്കൊക്കെ? മിഥുൻ സാറ് വരാൻ പറഞ്ഞിരുന്നു മാഡം. ദാവായിരുന്നു മിഥുൻ സാറ്. ഗുഡ് മോർണിംഗ് ഭാസ്കർ. ഗുഡ് മോർണിംഗ് സാർ. ഭാസ്കർ, ഞാൻ ചോദിച്ച ഫയലെല്ലാം കൊണ്ടുവന്നോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ. പിന്നെ ഇതിൽ 2-3 സൈൻ ചെയ്യാനുണ്ട്. ഭാസ്കർ, മൂന്നാറിലെ ടീ എസ്റ്റേറ്റിൽ ഇപ്പോ പുതിയൊരു മാനേജർ വന്നിട്ടില്ലേ? അയാളുടെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം നല്ലോണം ചെയ്യുന്നുണ്ട് മാഡം. മാഡം, എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന്. നമ്മുടെ എസ്റ്റേറ്റിന്റെ അപ്പുറത്തുള്ള എസ്റ്റേറ്റ് അർജുൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആണെന്ന് ഞാൻ ഈയിടെയാണ് അറിഞ്ഞത്. അതിനെന്താ, ഇതിപ്പോ ആര് നിന്നോട് പറഞ്ഞു? ഫാദേഴ്സ് ഡേയുടെ അന്ന് അദ്ദേഹത്തെ സ്കൂളിൽ കണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമോ പറഞ്ഞത്. ഓ മാഡം, അന്ന് ചക്കിയുടെ അമ്മയെ കാണാതായതിനു ശേഷം അവളെ അർജുന്റെ ടീ എസ്റ്റേറ്റിൽ കണ്ടിരുന്നു ചിലർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ അവളെ ചെന്ന് തെരഞ്ഞപ്പോഴേക്കും അർജുനും ഫാമിലി അവിടുന്ന് പോയിരുന്നു. ചക്കിയുടെ അമ്മയെ അവരുടെ കൂടെ പോയെന്നാ തോന്നുന്നത്. ഈശ്വര, ചക്കിയുടെ അമ്മ എവിടെയാണെന്ന് ഭാസ്കർ കണ്ടുപിടിച്ചു എന്തോ. അവരുടെ മകൾ ഈ വീട്ടിലെ വളരുന്നതെന്ന് ഭാസ്കർ അവരോട് പറഞ്ഞു കാണുമോ? ഫാദേഴ്സ് ഡേയുടെ അന്ന് സ്കൂളിൽ വെച്ച് അർജുനെ കണ്ടപ്പോ ഇക്കാര്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. എന്നിട്ട് അർജുൻ എന്ത് പറഞ്ഞു? അവൾ അവരുടെ എസ്റ്റേറ്റിലേക്ക് ചെന്നു എന്നുള്ളത് സത്യമാ. എന്നിട്ടെന്താ ഉണ്ടായത്? കുറച്ചു നാള് കഴിഞ്ഞ് അവള് അവിടുന്ന് എങ്ങോട്ടൊക്കെ പോയിന്നാ പറഞ്ഞത്. പോയിന്ന് പറഞ്ഞാ എവിടേക്കായിരിക്കും പോയത്? അവൾ എവിടേക്കാണ് പോയതെന്നും ഇപ്പോഴെവിടെയാ ഉള്ളതെന്നും എന്നാലാവും വിധമൊക്കെ ഞാൻ അന്വേഷിച്ചു. പക്ഷേ അവർ ആർക്കും തന്നെ അവളിപ്പോ എവിടെയാ ഉള്ളതെന്ന് അറിയില്ല മാഡം. ഒടുവിൽ അർജുനെങ്കിലും അതറിയാവുന്ന കരുതി ഞാനത് നേരിട്ട് ചോദിച്ചു. പക്ഷേ അർജുൻ പറഞ്ഞത് അദ്ദേഹത്തിനും ഒന്നും അറിയില്ലെന്നാ. നീ വിഷമിക്കാതിരിക്കും ഭാസ്കർ. ഇതൊന്നും നമ്മളായിട്ട് തീരുമാനിച്ചതല്ലല്ലോ, എല്ലാം ഓരോ വിധി. ചക്കിമോൾ ഈ വീട്ടിൽ വളരണമെന്ന് അവളുടെ തലയിൽ എഴുതിയിട്ടുണ്ടോ? നിനക്കെന്ത് പറ്റി മഞ്ജരി?
എന്തോ വലിയ കാര്യം സീരിയസ് ആയിട്ട് ചിന്തിക്കാണെന്ന് തോന്നുമല്ലോ. ഭാസ്കര് പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്നോട് പറയൂ. എന്താണെന്നാ പറയണ്ടേ? ആ സ്ത്രീ അർജുന്റെ എസ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കഴിയാണ്ട് അവരോടും പറയാതെ എവിടേക്കാ പോയിട്ടുണ്ടാവുക? ഇടയ്ക്ക് എന്തോ ഒരു പോയിന്റ് മിസ്സാവുന്നില്ലേ? അത് അർജുൻ അറിയാത്തതാണോ അതോ ഇനി അയാൾക്ക് അറിയാമെങ്കിലും ഭാസ്കറിനോട് അയാൾ അത് പറയാത്തതായിരിക്കോ? ആർക്കറിയാം? ഇനി ഇതിന്റെ പുറകെ പോയിട്ട് നമുക്ക് എന്ത് നേടാനാ? കാര്യമുണ്ട് ആന്റി. ആ സ്ത്രീ ആരാണെന്ന് അർജുനോട് ചോദിക്കുവാണെങ്കിൽ ചിലപ്പോ നമുക്ക് അതറിയാൻ കഴിഞ്ഞാലോ? എനിക്കത് കണ്ടുപിടിക്കണം. ആ സ്ത്രീ ആരാണെന്നും എവിടെയാണെന്നും കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനാ മഞ്ജരി? അയ്യോ ആന്റി, ആ സ്ത്രീ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാ അവളുടെ മകൾ ഈ വീട്ടിലുണ്ടെന്നുള്ള ഒരു ചെറിയ ഇൻഫോർമേഷൻ അവളുടെ അടുത്തേക്ക് എത്തിച്ചാ മതി. പിന്നീട് എന്താ സംഭവിക്കാന്നറിയോ? എന്തായിരിക്കും സംഭവിക്കുക? ചക്കയെ കൊണ്ടുപോകാൻ വേണ്ടി ആ സ്ത്രീ ചാടിപ്പിടഞ്ഞ് ഈ വീടിന്റെ വാതിക്കലേക്ക് എത്തും. എന്റെ മകളെ എന്നെ ഏൽപ്പിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് മിഥുനുമായി യുദ്ധത്തിന് തയ്യാറാവും. അമ്മയവരാകുമ്പോ ഒടുവിൽ മകളെ അവർക്ക് കൊടുക്കേണ്ടി വരും. അതോടുകൂടി എനിക്കും മിഥുനും ഇടയിൽ നിൽക്കുന്ന ആ കുട്ടിച്ചാത്തന്റെ തടസ്സവും മാറിക്കിട്ടും. പിന്നീട് മിഥുനെ കല്യാണം കഴിക്കാൻ എനിക്ക് എളുപ്പമാവുകയും ചെയ്യും. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? എത്രയും പെട്ടെന്ന് അർജുനെ പോയി കാണണം. ആ സ്ത്രീയെ കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുമോ നോക്കണം. ആന്റി, നമ്മൾ ഇനി വൈകിക്കണ്ട, വന്നേ. അർജുൻ, ദാ മോനെ കാപ്പി കുടിക്കും. എന്താടാ പറ്റിയത്? എന്താ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? മേഘ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. പിന്നെ വേറെന്താ നീ ഇത്രയേറെ ചിന്തിക്കാനായിട്ട്? ഫാദേഴ്സ് ഡേയുടെ അന്ന് അപ്രതീക്ഷിതമായി ഒരാളെ അവിടെ വെച്ച് പരിചയപ്പെടേണ്ടി വന്നു അമ്മേ. അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല. പക്ഷെ ഞാനന്ന് അയാളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് വലുതായിട്ടൊന്നും പറയാനും നിന്നില്ലമ്മേ. സംഭവം എന്താണെന്ന് പറയടാ. നമ്മുടെ ടീ എസ്റ്റേറ്റിന്റെ അപ്പുറത്ത് ഭാസ്കർ എന്ന് പറഞ്ഞ ഒരാൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് അയാളെയാണ് ഞാൻ സ്കൂളിൽ വെച്ച് കണ്ടത്. 5 വർഷത്തിനു മുൻപ് അയാൾ മേഘയെ നമ്മുടെ കൂടെ കണ്ടു അത്രേ. മേഘ എവിടെയാണെന്ന് അയാൾ ചോദിച്ചത്. അപ്പൊ അയാൾക്ക് മേഘ അറിയാമോ മോനെ? എങ്ങനെ അറിയാന്നാ? മേഘ അയാളുടെ ആരായിരിക്കും? മേഘ അയാളുടെ അനുജത്തിയാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. എന്നാ അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സ്വന്തം അനിയത്തിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നിട്ട് നീ എന്താ അയാളോട് പറഞ്ഞേ? അന്ന് അങ്ങനെ മേഘയെ ഞങ്ങൾ പരിചയപ്പെട്ടുവെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ ഞങ്ങളെ വിട്ട് എവിടേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞു. അതെന്തിനാടാ നീ അങ്ങനെ പറഞ്ഞു? വേറെന്ത് ചെയ്യാനാ? അവളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആരോടും പറയരുതെന്നല്ലേ അവൾ വിലക്കിയിരിക്കുന്നത്. എന്തിനോ വേണ്ടി ഈ അജ്ഞാതവാസം ഇതേ രീതിയിൽ തുടരാനല്ലേ അവൾ ആഗ്രഹിക്കുന്നത്. ആ സ്ഥിതിക്ക് മേഘയുടെ അനുവാദം ഇല്ലാണ്ട് അവളെക്കുറിച്ച് അയാളോട് പറയുന്നത് ശരിയല്ലാന്ന് എനിക്ക് തോന്നിയമ്മേ. നീ പറഞ്ഞതിലും തെറ്റൊന്നുമില്ല. എന്നാലും ഭാസ്കറിനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മേഘയെക്കുറിച്ചും അവളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ നമുക്കറിയായിരുന്നു. അതല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് അവസാനം അവളുടെ അടുത്ത് എത്തി വല്ല പ്രശ്നവും ആയി തീർന്ന് അത് അവൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയാ ഞാനൊന്നും പറയാതിരുന്നത്. ഞാൻ കാരണം ഒരിക്കലും മേഘയ്ക്കൊരു പ്രശ്നവും ഉണ്ടാവരുതമ്മേ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ പേടിച്ചെത്ര കാലം എന്ന് വെച്ചാടാ? നാളെ വേറൊരാള് വരും, മേഘയെക്കുറിച്ച് ചോദിച്ചെന്നിരിക്കും. എത്ര നാളെന്ന് വെച്ചാ മേഘയെക്കുറിച്ച് ഇങ്ങനെ ഓരോ നുണകൾ പറയാ? പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ സത്യം എന്താണെന്നുള്ളത് അറിയണം. ഒഴിഞ്ഞു മാറിപ്പോയിട്ട് കാര്യമില്ലടാ. അമ്മ പറഞ്ഞതും ശരിയാ. ഞാൻ ചെയ്തത് ബുദ്ധിമോശമായല്ലേ? എന്നല്ല മോനെ, മേഘ വളരെ നല്ല കുട്ടിയാ. എല്ലാം നഷ്ടപ്പെട്ട ശേഷം അവളൊരു കുഞ്ഞുമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. മേഘ വന്നു കയറിയ അന്ന് മുതൽ അവളുടെ കുടുംബം നമ്മൾ മാത്രം. പക്ഷേ അവളുടെ ഭർത്താവ് ആരാന്നോ അയാളെ ഒഴിവാക്കി ഇവൾ എന്തിനു പോന്നുവെന്നോ ഒന്നും നമുക്കറിയില്ലല്ലോ. മേഘ അവളുടെ സ്വന്തം കുടുംബത്തിൽ നിന്നും മാറി നിൽക്കുന്നത് എന്തിനാന്ന് നമ്മൾ അറിയണ്ടേ?
എന്നാൽ മാത്രമേ മേഘയുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നമുക്കും കണ്ടെത്താൻ സാധിക്കൂ. ഒന്നുമില്ലെങ്കിലും അവളുടെ ജീവിതം ഒന്ന് ശരിയാക്കിയെടുക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണ്ടേടാ. നമ്മൾ അവളുടെ കഴിഞ്ഞകാലം അറിയാൻ ശ്രമിക്കുന്നത് അവളെയോ അവളുടെ കുഞ്ഞിനെയോ ദ്രോഹിക്കാനല്ലല്ലോ. ഒരുപക്ഷെ നല്ലൊരു ഭാവി അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിലോ? ഇനിയൊരവസരം കിട്ടിയ മേഘ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എന്തിനു വേണ്ടി അവൾ ഇങ്ങനെ ഒരു അജ്ഞാതവാസം നടത്തുന്നുവെന്നും എല്ലാം അറിയണം. അതിലൊരു തെറ്റുമില്ല മോനെ. അമ്മ ഇപ്പൊ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത്രയും കാലം മേഘയുടെ സമ്മതമില്ലാതെ അവളുടെ കഴിഞ്ഞ കാലത്തിന്റെ പുറകെ പോകുന്നത് തെറ്റാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അമ്മ പറഞ്ഞ പോലെ അവളുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും ഇനി അവൾ ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മൾ അവളുടെ പുറകെയാണെന്ന് അവൾക്ക് ചെറിയ സംശയം പോലും തോന്നരുത്. എടാ വിവേക്, ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ട്. ഭാസ്കറോട് പറഞ്ഞിട്ടുണ്ട്, നീ അവൻ്റെ കൂടെ ചെന്ന് അതൊന്ന് ഫിനിഷ് ചെയ്യേ. സോറി വില്ലേട്ടാ, ഇപ്പം എനിക്ക് ജോലി ചെയ്യാനുള്ള മൂടൊന്നുമില്ല. അതെന്താ? എൻ്റെ നെഞ്ചിൻ്റെ മുകളിൽ വലിയൊരു പാറക്കല്ലെടുത്ത് വെച്ച ഭാരം എനിക്ക്. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഓഫീസ് ജോലിയൊന്നും വില്ലേട്ടൻ എന്നെ ഏൽപ്പിക്കരുത്. ഭാസ്കർ, ഓക്കെ സർ. എന്താടാ നിനക്ക് പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചാരുവിനെ മറക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല വില്ലേട്ടാ. അതുപോലെ മോമിനെ ധിക്കരിക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. ഇനി ഒരു പക്ഷേ ഞാൻ ധിക്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചാരു അതിനൊട്ട് സമ്മതിക്കുന്നുമില്ല വില്ലേട്ടാ. ആ, നീ വിഷമിക്കണ്ട. മംഗളകർമ്മങ്ങൾ നടത്താൻ ശുഭമുഹൂർത്തം കുറിച്ച് നമ്മൾ പലപ്പോഴും കാത്തിരിക്കും. പക്ഷേ കൺമുമ്പിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ നമ്മൾ മുഹൂർത്തമൊന്നും നോക്കില്ലല്ലോ. എടാ, ജീവിതം അതുപോലെ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അതെനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല വില്ലേട്ടാ. ഇവിടെ ചാരുവിനാണ് മനസ്സിലാവാത്തത്. മോമിനെ ധിക്കരിച്ച് കല്യാണം കഴിച്ച അവളുടെ ചേച്ചി എല്ലാവരും കൂടെ രാഗവും ശപിക്കുകയും ചെയ്യുമെന്ന് അവളുടെ പേടി. അവരുടെ മരുമകൾ മേഘന സ്വന്തം പേരിലുള്ള ഷെയർസ് എല്ലാം എനിക്ക് വിറ്റ് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് ഈ കാണുന്നത്. നെറികേട് കാണിച്ചവരെ കുറിച്ച് നമ്മൾ എന്തിനാടാ ചിന്തിക്കുന്നേ? സത്യസന്ധത അടുത്തോടെ പോകാത്ത ജന്മ അവള്. അവളുടെ കാര്യം വിട്. ചേച്ചിയോടുള്ള അവളുടെ അമിത സ്നേഹം ചാരുവിന്റെ ജീവിതം തന്നെ തകർക്കാൻ പോകുന്നേന്ന് നീ അവളോടൊന്ന് പറഞ്ഞു കൊടുക്ക. വല്യേട്ടാ, മേഘനയെടുത്തിയ വല്യേട്ടൻ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ അതെന്താണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണ്ടേ. ഇത് തന്നെയല്ലേ ഒരു തീരുമാനം എടുക്കാൻ ചാരുവിനെ പേടിപ്പിക്കുന്നത്. വല്യേട്ടാ, ഏട്ടത്തെക്കുറിച്ചുള്ള ഏട്ടന്റെ കാഴ്ചപ്പാട് തെറ്റാ. ഇവിടെ ഞങ്ങൾക്കാർക്കും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മേഘനയെടുത്ത് ചതിച്ചു എന്ന് ഏട്ടൻ മാത്രമേ വിശ്വസിക്കുന്നേ. പക്ഷെ ഏടത്തി അങ്ങനെ ചെയ്തതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. പ്രാന്താടാ നിനക്ക്. ഇവിടെ എല്ലാവർക്കും പ്രാന്താ. മേഘന എന്ത് ചെയ്താലും നിങ്ങൾക്കൊക്കെ ശരിയാ. പക്ഷെ അവള് ചെയ്ത ചതി എന്താന്ന് ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ അത്രയും വിശാല മനസ്കത എനിക്കില്ല എന്നങ്ങ് കൂട്ടിയാ മതി. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും അത് മനസ്സിലാവും. ഇതിലിനി മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു മിഥുൻ? ഞങ്ങൾ എല്ലാവരും നന്മയുടെ കൂടെയാ. നല്ലൊരു പെണ്ണിനെ വെറുതെ തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളൂ. മോം ആദ്യം അവളെ ഒന്ന് തലേന്നിറക്കി താഴെ വെക്കാൻ നോക്ക്. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ഈ ജന്മം എനിക്ക് അവളോട് ക്ഷമിക്കാനാവില്ല. എന്റെ മനസ്സിൽ അവൾക്കുണ്ടായിരുന്ന സ്ഥാനം എന്നെ അവൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. വിവേകെ, കാര്യം എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് നീ നിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കേ. ഞാൻ ഈ ജീവിതത്തിൽ തോറ്റുകൊണ്ടിരിക്കുക വല്യേട്ടാ. പിന്നെങ്ങനെയാ ഞാനത് ചിന്തിക്കുക?
പ്രണയമെന്നൊക്കെ പറഞ്ഞ മുഴു ഭ്രാന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചരിത്രത്തിലുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സ്ത്രീ മാത്രമാണ് കാരണക്കാരി. ഇപ്പൊ വിവേകിന്റെയും എന്റെയും ജീവിതത്തിൽ മേഘന തന്നെയാണ് വലിയ പ്രശ്നം. ആരാണ് നിങ്ങൾ? ആരെ കാണണ്ട? ഇതിന് മുമ്പൊരിക്കൽ ഞാൻ വന്നിരുന്നു, എന്റെ കുട്ടിക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുമെന്ന് ചോദിക്കാൻ. അതിനെനിക്ക് നേരമല്ല എന്നുള്ളത് അന്നേ ഞാൻ പറഞ്ഞതാണല്ലോ. അയ്യോ, ഇന്ന് ഞാൻ ട്യൂഷനെ കുറിച്ച് ചോദിക്കാൻ വന്നതല്ല, വേറൊരു കാര്യത്തിനാ. എന്താ വേറെ കാര്യം ചോദിക്കാനുള്ളത്? ഞാനൊന്ന് അകത്ത് വന്ന് ഇരുന്ന് സംസാരിച്ചോട്ടെ? അയ്യോ, എന്നോട് ക്ഷമിക്ക്, അകത്തേക്ക് കയറി വാ. ഇവിടെ ഇരിക്കൂ. ഇനി കാര്യം എന്താന്ന് പറ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നിനക്കും എന്റെ അനുജത്തിക്കും ഒരുപാട് സാമ്യമുണ്ടെന്ന്. വളരെ അത്യാവശ്യമുള്ള സമയത്തൊന്നും ഒരാവശ്യത്തിനും ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്തൊക്കെ എന്റെ മനസ്സ് വല്ലാണ്ട് പെടയും. പലവട്ടം പല സ്ഥലത്ത് വെച്ച് നിന്നെ കണ്ടപ്പോഴൊക്കെ ഞാൻ നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കണമെന്ന് കരുതിയിട്ടുണ്ട്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് പ്രശ്നമുണ്ടെന്ന് ആര് പറഞ്ഞു? എന്നോട് ഒളിക്കാൻ നോക്കണ്ട. നീയും നീ സ്നേഹിക്കുന്ന ചെറുക്കനും ഒന്നിച്ച് വഴിവക്കത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടതാ. നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീയപ്പോ കരയുന്നുണ്ടായിരുന്നല്ലോ. അത് കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. ഒന്ന് കണ്ട് സംസാരിച്ചാ എനിക്ക് സഹായിക്കാൻ പറ്റിയാലോ എന്ന് തോന്നി. എന്താ നിന്റെ വിഷമം? ആ ചെറുക്കനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരുടെ വീട്ടിലാർക്കും എന്നെ ഇഷ്ടമല്ലെങ്കിലും എന്നെ കല്യാണം കഴിക്കണമെന്ന് വാശിയാ. അതെങ്ങനെ എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? അവരുടെയൊക്കെ അനുവാദം വേണ്ടേ? എനിക്കതൊന്നും ഇഷ്ടമല്ല. എല്ലാവരെയും വേണ്ട എന്ന് വെച്ചിട്ട് നിന്നെ മാത്രം തേടി വന്നവനാ. അതവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കില്ലേ മോളെ? അവന്റെ പ്രശ്നത്തെക്കുറിച്ച് നീ എന്തിനു ചിന്തിക്കണം? ഇതങ്ങനെയൊന്നുമല്ല. എന്റെ സ്വന്തം ചേച്ചി ആ വീട്ടിലെ തന്നെ മരുമോളായിരുന്നു. പക്ഷെ ചേച്ചിയോട് ഇപ്പൊ ആ വീട്ടിൽ ആർക്കും ഒരു അഭിപ്രായവുമില്ല. എന്റെ ചേച്ചി മരിച്ചുപോയി. എന്നിട്ടും ചേച്ചിയെ പഴിക്കാത്ത ഒരു ദിവസം പോലുമില്ല. അത് അവഗണിച്ചുകൊണ്ട് ഞാനും വിവേകിനെ ഇഷ്ടമാണെന്നും പറഞ്ഞ് അവിടെ കയറി ചെന്നാ എനിക്കവിടെ എന്ത് വിലയുണ്ടാവുന്ന കരുതുന്നേ? അങ്ങനെ വരുമ്പോ എന്റെ ചേച്ചിക്കല്ലേ കേട്. എനിക്ക് വിവേകിനെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ കാരണം എന്റെ ചേച്ചിക്ക് യാതൊരു പേരുദോഷം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പോഴും മോളെ നിനക്ക് എന്നെ കുറിച്ചാണോ ചിന്ത? പക്ഷെ ഞാൻ എന്താ ചെയ്തേ? നിന്നെ പോലും മറന്നിട്ടല്ലേ ഇവിടുന്ന് പോയി കളഞ്ഞ്. നീ ഒറ്റയ്ക്ക് എത്രമാത്രം കഷ്ടപ്പെട്ട് കാണും. അയ്യോ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഇപ്പൊ കരയുന്നേ? അല്ല, നിന്റെ ചേച്ചി മരിച്ചു പോയെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇപ്പോഴും അവരുടെ പേരിന് കളങ്കം ഉണ്ടാവാതിരിക്കാനാണോ നീ നിന്റെ ജീവിതം പോലും വേണ്ടാന്ന് വെക്കുന്നേ? അതാലോചിച്ചപ്പോ എന്റെ മനസ്സിലെന്തോ വല്ലാത്ത സങ്കടം തോന്നി. എന്റെ ചേച്ചി മരിച്ചുപോയെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാ എന്റെ മനസ്സെപ്പോഴും പറയുന്നത്. നാളെ എന്നെങ്കിലും ഒരു നാൾ എന്റെ ചേച്ചി തിരിച്ചു വരികയാണെങ്കിൽ ആ വീട്ടിലെ മരുമകളായിട്ട് എന്നെ ജീവിക്കണം. അതാണ് എന്റെ ആഗ്രഹം. ഈ ഒരു ചെറിയ ഇഷ്ടത്തിന്റെ പേരും പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താ അതെന്റെ ചേച്ചിയുടെ ജീവിതത്തെ ബാധിക്കും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങളെന്നാ എഴുന്നേറ്റ്? ഒന്നുമില്ല മോളെ. മരിച്ചുപോയ സ്വന്തം ചേച്ചിക്ക് വേണ്ടി ഇത്രയേറെ സ്വപ്നങ്ങൾ മനസ്സിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു അനിയത്തി കിട്ടിയത് ആ ചേച്ചിയുടെ ഭാഗ്യമായിരിക്കും. ഒരിക്കലും ഭാഗ്യം എന്റെ ചേച്ചിയുടേതല്ല, എന്റേതാ. അത്രയ്ക്ക് നല്ലവളാ എന്റെ ചേച്ചി. സ്വന്തം അമ്മയെ പോലെ എന്നെ നോക്കിയിരുന്നത്. ആ ചേച്ചിയുടെ അനിയത്തിയായി ജനിച്ചത് എന്റെ മഹാഭാഗ്യമാണ്. പക്ഷെ ചേച്ചിയെ നഷ്ടപ്പെട്ടതോടെ അതും നഷ്ടപ്പെട്ടു. എന്റെ ചേച്ചി മരിച്ചു പോയെന്ന് ഇന്ന് വരെ ഒരു നിമിഷത്തേക്ക് പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ ചേച്ചി എന്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാ. എന്റെ കൺവെട്ടത്ത് എവിടെയോ തന്നെയുണ്ട്. ശരിയാണ് ചാരു, ഞാൻ നിന്റെ ചേച്ചിയാ. നിന്റെ കൺവെട്ടത്ത് തന്നെയുണ്ട്. പക്ഷെ എന്ത് പറയാനാ, നിന്റെ ചേച്ചിയാണെന്ന് തുറന്നു പറയാനുള്ള അവസ്ഥയുമില്ല.